നമസ്കാരം. ഞാൻ ഇന്നിവിടെ ചിക്കൻ വറുത്തതാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 750 ഗ്രാം ചിക്കനാണ്. ഇനി നമുക്ക് അരവിൻ്റെ കാര്യം നോക്കാം കേട്ടോ. ഞാൻ അതിനായിട്ട് ഇനിയിപ്പോൾ 2 തക്കാളി ആയിട്ട് എടുത്തിരിക്കുന്നത്. അത് ഞാനിതിൽ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 10 ചുവന്നുള്ളിയാണ്, അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ ചുള കേട്ടോ, അധികം വലുതല്ല, ചെറിയ ചുള വെളുത്തുള്ളിയാണ് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 5 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊടികളാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂണേ ഉള്ളൂ. പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 1 ടീസ്പൂൺ നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇല്ല, ഒരു 1/4 ടീസ്പൂൺ മതി. 1/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി. പിന്നെ 2 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് റെഡ് ചില്ലി സോസാണ്, അത് ഞാൻ 1 സ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സോയാ സോസാണ്, അത് ഞാൻ 1 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ അവരടുത്തിട്ട് പാകത്തിനനുസരിച്ച് ഇട്ടോളൂ കേട്ടോ. ഇനി ഞാനത് വെള്ളമില്ലാതെ അരച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അരവ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അരവിൽ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് പാകമല്ല, കുറച്ചും കൂടി വേണം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് പൊടി ഞാൻ ചിക്കൻ്റെ മീതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ടോളൂ. ഇപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്യലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാണ് കേട്ടോ. മിനിമം ഒരു 1 മണിക്കൂർ, അല്ലാന്നുണ്ടെങ്കിലോ 2-3 മണിക്കൂറാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതാണ് കേട്ടോ. 1 മണിക്കൂർ മിനിമം എന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ 2 മണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ പാൻ അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ആവി വരച്ചേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് മറിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം തീയിലല്ല, ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഒന്നുകൂടി അടച്ച് വയ്ക്കുകയാണ്. പിന്നെ തിരിച്ചും മറിച്ചും 2-3 വട്ടം കൂടി നമുക്ക് ആക്കി എടുക്കാം കേട്ടോ. ഞാനതിപ്പോൾ അത് അടച്ച് വയ്ക്കുകയാണേ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കുറേ വട്ടം അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്തൊക്കെ ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി, അപ്പോൾ വളരെ ടേസ്റ്റി തോന്നി. അതുകൊണ്ടാണ് ഞങ്ങളിത് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. എന്നാൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.